നമ്മളൊക്കെ സുബഹി നിസ്കരിക്കുന്നവരാണ്. സുബഹിയൊക്കെ ഖളാ ആകാതെ നിസ്കരിക്കാൻ നമുക്ക് ശ്രമിക്കണം. നിസ്കരിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളൊക്കെ നമ്മുടെ ഫർദ് നിസ്കാരവും സുന്നത്തുകളും ഒക്കെ കറക്റ്റായി നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരം ഖളാ ആക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് അല്ലാഹു തആല നൽകാതിരിക്കട്ടെ. ആമീൻ. സുബഹി നിസ്കാരത്തിന്റെ ശേഷവും മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ഒരു 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. സുബഹിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷവും ഒരു 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അതുപോലെ 3 സൂറത്തുൽ ഫലഖ് ഓതണം, സൂറത്തുൽ നാസ് ഓതണം. എല്ലാം 3 പ്രാവശ്യം. എല്ലാ വക്തിലുമില്ല, മഗ്രിബിന്റെ ശേഷവും സുബഹിന്റെ ശേഷവും. അത് നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോരുമ്പോഴായാലും മതി, അവിടെ ഇരിക്കുമ്പോഴായാലും മതി. എങ്ങനെയായാലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ, ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിലായിട്ട് ആ സൂറത്ത് ചൊല്ലണം. പിന്നെ പറ്റുമെങ്കിൽ അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക എന്ന സൂറത്ത് അതൊരു 3 പ്രാവശ്യം. ആ സൂറത്ത് രാവിലെ വെറും വയറ്റില് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 7 പ്രാവശ്യം ദിവസവും ആ വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് ചായ കൊടുക്കുന്നതിന്റെ മുമ്പ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് ഓതിയിട്ട് 7 പ്രാവശ്യം ഓതി ദിവസവും നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടാകും. എന്തുള്ളിൽ വരുന്ന നല്ല ബുദ്ധി ശക്തി കൂടും. അപ്പോ അത് കഴിയുന്നവർക്ക് ചെയ്തു കൊടുക്കാം. മഗ്രിബിന്റെ ശേഷം അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് നമ്മൾ ഓതണം. അതുപോലെ കൂടുതൽ പറയണില്ല, ഒരു 3 പ്രാവശ്യം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ ഈ സൂറത്ത് ഓതണം. ഇത് കടക്കാൻ സമയത്ത് ഓതൽ വളരെ പുണ്യമായ സംഗതി. ഇത് പറയാൻ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഇന്ന് നീ പരിശുദ്ധമായ സൂറത്ത് ഖുർആൻ മുഴുവനും ഖത്തം തീർത്തിട്ടായിരിക്കണം നീ കിടന്നുറങ്ങേണ്ടത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി ഇത് പറയുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, അല്ലയോ നബിയേ, എങ്ങനെയാണ് ഞാൻ ഈ പാതിരാ സമയത്ത് ഖുർആൻ ഖത്തം തീർക്കുക? എങ്ങനെയാണ് ഞാൻ ഖത്തം ഓതി തീർക്കുക? ഇത് ഓതി തീരുമ്പോഴേക്കും നേരം പുലരില്ലേ, പിന്നെ എവിടെയാ ഉറങ്ങാൻ സമയം? ആയിഷ ബീബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ പറയോ സുബ്ഹാനല്ലാഹ്, പറയോ അൽഹംദുലില്ലാഹ്, പറയോ അല്ലാഹു അക്ബർ. ഇതങ്ങ് പറഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി പറയാണ്, പരിശുദ്ധമായ ഖുർആൻ ഖത്തം തീർത്തിട്ടായിരിക്കണേ ആയിഷ നീ കിടക്കേണ്ടത് ആയിഷ. അപ്പോഴായിഷ ബീബി ചോദിച്ചത്, എങ്ങനെയാ നബിയേ അതിന് സാധിക്കുക? അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, മോളെ ആയിഷ, ഓദിക്കോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ തുടങ്ങുന്ന ഈ സൂറത്ത് അങ്ങ് ഓതാൻ കൽപ്പിക്കുന്നു. കിടക്കാൻ സമയത്ത് 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ ഖത്തം തീർത്ത കൂലിയാണ്. അതുകൊണ്ട് ആ കൂലി നമുക്ക് വേണോ? കിടക്കാൻ സമയത്ത് ആ 3 പ്രാവശ്യം അൽഹാകുമുത് തകാസുർ എന്ന സൂറത്ത് ഓതിക്കൊള്ളി. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ചുരുക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെറിയതായൊരു മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുത്തിണ്ടാക്കിയാൽ, കുറേശ്ശെ ഇങ്ങനെ ചൊല്ലി തീർക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു പ്രവർത്തനം ഒരു ദിവസം വിടുമ്പോ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാകും. അപ്പൊ ആ ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യും? അതില്ലാതിരിക്കാൻ നമ്മൾ ചെല്ലാൻ നിർബന്ധിതരാകും. ഇപ്പോ സൂറത്തുൽ ബഖറ മഗ്രിബിന്റെ ശേഷം പാരായണം ചെയ്യല് നല്ലൊരു കാര്യമാണ്. അതെന്താ കാരണം? ഖബറില് ചോദ്യം ഇല്ല എന്ന് തന്നെ പറയാം. ഖബറില് ചോദ്യം ഇല്ല എന്ന് പറഞ്ഞാൽ മലക്കുകള് നമ്മോട് ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് ഉത്തരം മുട്ടുകയാണെങ്കിൽ തന്നെ അവിടെ സൂറത്തുൽ മുൽക്ക് വരുന്ന, എന്നിട്ട് പറയും, ഇത് എന്റെ സുഹൃത്താണ്, അവന് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് സൂറത്തുൽ മുൽക്ക് ഖബറിലേക്ക് വരും.
അപ്പൊ ആ ഖബറിലേക്ക് സൂറത്തുൽ മുൽക്ക് വരണോ, ഖബറിലുള്ള അദാബ് നമ്മൾ നീങ്ങണോ എങ്കിൽ ഒരു മഗ്‌രിബിന്റെ ശേഷം സൂറത്തുൽ മുൽക്ക് സ്ഥിരമായിട്ട് പാരായണം ചെയ്യണം. എത്രയോ ആളുകൾ ഓതുന്നവരാ, നമ്മളൊക്കെ ഓതുന്നവരാ. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചാല്, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നമ്മളിത് ഖുർആനിൽ ഇങ്ങനെ നോക്കി സ്ഥിരമായിട്ട് ഓതുന്നവരാ. അങ്ങനെ ഓതി 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 അത് പിന്നെ നമുക്ക് കാണാതെ കിട്ടും. ഇനി നമ്മളിതിങ്ങനെ വാഹനത്തിൽ പോവുകയാണ്, നമ്മളെ കയ്യിൽ മുസാഫില്ല, ഇപ്പൊക്കെ സൗകര്യം കൂടുതലുണ്ട്, എന്താ മൊബൈലിൽ ഖുർആനുണ്ട്. എന്നാലും ഇനിയിപ്പൊ അതില്ലാത്ത ഒരാളെ നോക്കുക, സപ്പോസ് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിച്ച ഒരാൾക്ക് പിന്നെ ആ സമയമാകുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും 5 മിനിറ്റ് കൊണ്ട് അത് എന്താക്കാം, ഓതി തീർക്കാം. അതെന്തേ? അത് നമ്മൾ അതുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോ ഏത് സംഗതി അങ്ങനെയാ, അതുമായി എന്തുമായിട്ടാണോ നമ്മൾ ബന്ധം, ആ വിഷയത്തിലായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. ഇപ്പൊ ചില ആൾക്കാർക്ക് ദിക്റിനോടേക്കാണ് താല്പര്യം ഉണ്ടാകുക. അപ്പോൾ എന്താണ്, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ദിക്റിലുണ്ടാവും. ചിലപ്പോ പള്ളിന്റെ തിണ്ടുമ്പലായിരിക്കും, ചിലപ്പോ ബസ്സിലായിരിക്കും, ചിലപ്പോ വണ്ടിയിൽ അങ്ങനെ എന്താണ് ഡ്രൈവിംഗിലായിരിക്കും. അപ്പോഴൊക്കെ അയാൾ ദിക്റിലായിരിക്കും. ചില ആളുകൾക്ക് പാട്ടിനോടേക്ക് ഇറങ്ങാം, പിന്നെ ഇയർഫോൺ വെച്ചിട്ട് 24 മണിക്കൂറും പാട്ടിലായിരിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കമ്പങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ കമ്പങ്ങൾ ഏതാവണം? അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ളതാകണം. അപ്പൊ ഇങ്ങനത്തെ ദിക്റും സ്വലാത്തും അതുപോലെ ഖുർആനും അതുമായിട്ടൊരു ബന്ധം, ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും മരിക്കാം എന്ന് തയ്യാറെടുപ്പ്. ഏത് സമയത്തും നമുക്ക് മരണത്തെ സ്വാഗതം ചെയ്യാൻ നമ്മൾ റെഡിയാ. അതേ സമയത്ത് നമ്മൾക്ക് ഒന്നുമില്ല, പെട്ടെന്ന് അസ്രായേൽ വരുന്നത് എന്താ കാട്ടുക? രക്ഷയില്ല. അപ്പൊ അല്ലാഹു തആല ഖൈറായ നിനക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് തൽക്കാലം നിർത്തുകയാണ്.